ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇൻ്റഗ്രേഷൻ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ ഡേ 1 സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, ഉണ്ണിയുടെ പൂന്തോട്ടം. നിറം കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്തു? ഇതുപോലെ ഒരു ചിത്രം കൂട്ടുകാർക്ക് നൽകുന്നുണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ആ ചിത്രത്തിന് മനോഹരമായി നിറങ്ങൾ നൽകുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഉനൈസ് ഗോട്ട്. ഉനൈസിന് കിട്ടിയ ഫ്ലവേഴ്സ് അല്ലേ, ഫ്ലവേഴ്സിൻ്റെ എണ്ണമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. കൗണ്ട് ദ ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? പൂക്കളെ എണ്ണിയിട്ട് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഹിബിസ്കസ് എത്ര എണ്ണമുണ്ട്? കൗണ്ട് ചെയ്ത് നോക്കൂ. യെസ്, 8 ആണല്ലേ. ദെൻ ഗോൾഡൻ ടെമ്പറ്റ് അഥവാ കോളാമ്പിപ്പൂവ് കൗണ്ട് ചെയ്ത് നോക്കൂ. യെസ്, 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ. ആൻസർ എന്താണ്? 12. ദെൻ ബട്ടർഫ്ലൈ പീ അഥവാ ശംഖുപുഷ്പം എത്ര എണ്ണമുണ്ട്? കൗണ്ട് ചെയ്ത് നോക്കൂ. യെസ്, നമുക്ക് 14 കിട്ടിയല്ലേ. എത്ര എണ്ണമാണുള്ളത്? 14. ദെൻ വിച്ച് ഫ്ലവർ ഡിഡ് ഉനൈസ് ഗെറ്റ് മോസ്റ്റ്? ഉനൈസിന് ഏറ്റവും കൂടുതൽ കിട്ടിയ ഫ്ലവർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്, നമുക്കറിയാം ബട്ടർഫ്ലൈ പീ ആണല്ലേ. എത്ര എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്? യെസ്, 14. ദെൻ വിച്ച് ഫ്ലവർ ഡിഡ് ഉനൈസ് ഗെറ്റ് ദ ലീസ്റ്റ്? ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ള ഏതായിരുന്നു കൂട്ടുകാരെ? അതെ, ഏതാണ്? ഹിബിസ്കസ് ആണല്ലേ. എത്ര എണ്ണമായിരുന്നു? യെസ്, 8. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പൂക്കളം. ഡ്രോ ഫ്ലവേഴ്സ് ഇൻ ദ പൂക്കളം. എന്താണ്? പൂക്കളത്തിൽ ഫ്ലവേഴ്സ് വരയ്ക്കാനാണല്ലേ. ഫസ്റ്റ് നോക്കൂ. 2 റെഡ് ഫ്ലവേഴ്സ് ഇൻ ദ സെൻറ്റർ. സെൻറ്ററിൽ എന്താണ്? 2 റെഡ് ഫ്ലവേഴ്സ് ആണ് വരയ്ക്കേണ്ടത്. ദെൻ 5 യെല്ലോ ഫ്ലവേഴ്സ് ഇൻ ദ സെക്കൻഡ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടിൽ എത്ര യെല്ലോ ഫ്ലവേഴ്സ് ആണ്? അതെ, 5 യെല്ലോ ഫ്ലവേഴ്സ്. ദെൻ 12 ബ്ലൂ ഫ്ലവേഴ്സ് ഇൻ ദ തേർഡ് റൗണ്ട്. തേർഡ് റൗണ്ടിൽ കൂട്ടുകാർ എത്ര വരയ്ക്കണം? 12 ബ്ലൂ ഫ്ലവേഴ്സ്. ദെൻ 19 ഓറഞ്ച് ഫ്ലവേഴ്സ് ഇൻ ദ ലാസ്റ്റ് റൗണ്ട്. ലാസ്റ്റ് റൗണ്ടിൽ 19 ഓറഞ്ച് ഫ്ലവേഴ്സും വരയ്ക്കണം. കൂട്ടുകാർ വരച്ചു കൊടുക്കുമല്ലോ. ഇത് നെക്സ്റ്റ് നോക്കൂ. പൂക്കൾ ചിരിക്കും പൂന്തോട്ടം. വരികൾ കൂട്ടിച്ചേർക്കാം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, പൂക്കൾ ചിരിക്കും പൂന്തോട്ടം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, കിളികൾ പാടും പൂന്തോട്ടം. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, തുമ്പികൾ പാറും പൂന്തോട്ടം. ഉണ്ണിക്കുണ്ടൊരു പൂന്തോട്ടം, വണ്ടുകൾ മൂളിപ്പാട്ട് പാടും പൂന്തോട്ടം. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരികൾ ഇവിടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. പ്രവർത്തനം 3, പൂക്കൾ പലതരം. നിറം നൽകാം, തരം തിരിക്കാം. എന്തൊക്കെ പൂക്കളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്? അതെ, തുമ്പ, ചെമ്പരത്തി, കോളാമ്പി, ശംഖുപുഷ്പം, പനിനീർ, സൂര്യകാന്തി, തെച്ചി, മുല്ല, കണിക്കൊന്ന, കാക്കപ്പൂവ്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഓരോ പൂക്കൾക്കും അതിൻ്റെതായ നിറം നൽകുക. ദെൻ നോക്കൂ. ചുവന്ന പൂക്കൾ നമുക്ക് ഏതൊക്കെ എഴുതാം? ചെമ്പരത്തി, പനിനീർ, തെച്ചി. ദെൻ വെള്ളപ്പൂക്കൾ എന്ന് എഴുതി നമുക്ക് അതിൽ ഏതൊക്കെ എഴുതാം? തുമ്പ, മുല്ല. ദെൻ മഞ്ഞപ്പൂക്കളോ? യെസ്, കണിക്കൊന്ന, കോളാമ്പി, സൂര്യകാന്തി. ദെൻ നീലപ്പൂക്കളിൽ ശംഖുപുഷ്പം, കാക്കപ്പൂവ്. ഓക്കെ, കൂട്ടുകാരും ഇതുപോലെ തരംതിരിച്ച് എഴുതുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.